ഷദ്ദള മീം അല്ലെ? ഷദ്ദള മീം കണ്ടാൽ 2 seconds മണിക്കുക. സെക്കൻഡ് റൂൾ നമ്മൾ പഠിച്ചത് കൽക്കല. കൽക്കലന്റെ ലെറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? കുത്തുബുജത്. ഓക്കെ, അത് സുക്കൂന് കാണുമ്പോൾ നമ്മൾ എക്കോ കൊടുക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് മഹ്റജ്, ജൗഫ്, ഹൽക്ക്, ലിസാൻ, ഷഫത്താൻ, ഖൈഷു. മഹ്റജ് എന്ന് പറഞ്ഞാല് അക്ഷരം പുറത്തു വരുന്ന സ്ഥലം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് തഫ്ഹീം തർക്കീഖ് ഓർമ്മ? വിച്ച് ആർ ദ തഫ്ഹീം ലെറ്റേഴ്സ്? നൈഫ, ഹൻഫ, ടെൽ മീ വിച്ച് ആർ ദ തഫ്ഹീം ലെറ്റേഴ്സ്, ഹെവി ലെറ്റേഴ്സ്? ആ ഒരു കോഡ് പഠിപ്പിച്ചെന്ന് ഓർമ്മ? പിന്നെ ഹെവി ആൻഡ് ലൈറ്റ്. അതേതാ ഹെവി ആൻഡ് ലൈറ്റ് ഉണ്ടാവുന്നത്? അല്ലേ? ലാമും അലിഫും. യെസ്, വെരി ഗുഡ്. റോ, ഫത്ഹ, ഫത്ഹതൈൻ, ദമ്മ, ദമ്മതൈൻ വരുമ്പോ എന്താണ് സംഭവിക്കുക? ഹെവി ആയിരിക്കും അല്ലേ? റോ, കെസ്ര, കെസ്രതൈൻ വരുമ്പോ ലൈറ്റ് ആയിരിക്കും. ദെൻ ബിഫോർ റോ സാക്കിൻ, അതായത് റോ സാക്കിനിന്റെ മുമ്പ് ഫത്ഹ കണ്ടിട്ടുണ്ടെങ്കിലോ? ഹെവി. റോ സാക്കിന് മുമ്പ് കെസ്ര വന്നാൽ ലൈറ്റ്. ഓക്കെ, നൗ സുക്കൂണിന്റെ റോന്റെ മുമ്പ് വേറൊരു സുക്കൂൻ ഉണ്ടെന്ന് വിചാരിച്ചു. There's another sukoon. Again, there's a fatha or dhamma. Ra will be heavy. Yes. സുക്കൂണിന്റെ റോന്റെ മുമ്പ് വേറൊരു സുക്കൂന്, അതിന് മുമ്പ് കെസ്രാണെങ്കിൽ ലൈറ്റ്. ഓക്കെ, ഇത് ഫുള്ള് ക്ലിയർ ആയി എല്ലാവർക്കും? മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. ഓക്കെ, then we are saying what are the rules of noon sakina? Name the rules of noon sakina. إظهار, halki, idgham, iqlab, ikhfa. Very good. Izhar, idgham, iqlab, ikhfa. So idgham എന്ന് പറയുമ്പോൾ സോറി, ഇസ്ഹാർ എന്ന് പറയുമ്പോൾ ഏതാ ലെറ്റേഴ്സ്? ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഇത് നമ്മൾ നൂനിന് ശേഷം കണ്ടാൽ അല്ലെങ്കിൽ തൻവീന് ശേഷം കണ്ടാൽ ക്ലിയർ ആക്കണം അല്ലേ? ഇദ്ഗാം എത്ര ടൈപ്പ് ഉണ്ട്? 2 types. ഗുന്ന, സോറി, ബി ഗുന്ന, ബിലാ ഗുന്ന. ബി ഗുന്നന്റെ ലെറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? മീനു, നൂൻ, വാവ്, യ. ലാം, എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോ ബി ഗുന്ന ചെയ്യുമ്പോ നമ്മൾ മണിച്ചുകൊണ്ട് you have to give 2 seconds ഗുന്ന and then say the next letter. ബിലാ ഗുന്നയിൽ മണിക്കലുണ്ടോ? ഇല്ല, വിത്തൗട്ട് ഗുന്നയാണ് അല്ലേ? നോ ഗുന്ന. തേർഡ് റൂള് ഇഖ്ലാബ്. ഇഖ്ലാബിലെ ലെറ്റർ എന്താണ്? 1 ലെറ്ററേ ഉള്ളൂ, ബ. യെസ്, നൂൻ സാക്കിനൊക്കെ ശേഷം പ്രൊനൗൺസ് ചെയ്യാൻ വെരി ഗുഡ്. മീമാക്കിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇത് ലാസ്റ്റ് ആണ് ഇഖ്ഫ. അതിൽ ബാക്കി 15 ലെറ്റേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, യു നോ ഹൗ ടു ഡു. അത് 2 seconds ഹൈഡ് ചെയ്യണം, പക്ഷെ ഉന്നന്റെ ശബ്ദം വരണം. പിന്നെ നമ്മൾ പഠിച്ചതാണ് മീമിന്റെ റൂൾ. മീം എത്ര റൂൾ ഉണ്ട് ടോട്ടൽ? 3 rules. 3 rules. Which are the 3 rules? إخفاء شفوي, إدغام شفوي, and إظهار شفوي. إظهار شفوي. Okay. Then we learned
ഇദ്ഗാം ഷഫവിന്റെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇദ്ഗാം ഷഫവിന്റെ ഒരു ലെറ്റർ മീം. യെസ്. രണ്ടും കൂടി കൂട്ടിയിട്ട് ഓതാൻ. മീമിന് ശേഷം വേറൊരു മീം വന്നാൽ ഒറ്റ മീമാക്കി നമ്മൾ പ്രൊണൗൺസ് ചെയ്യും. പിന്നെ ഇഖ്ഫ ഷഫവിയിലോ വരും അല്ലെ, ഹൈഡ് ചെയ്യും. ദെൻ ലാസ്റ്റ് ഇസ്ഹാർ ഷഫവിയിൽ ബാക്കി വരുന്ന ലെറ്റേഴ്സ് 26 ലെറ്റേഴ്സ്. ഇതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച നിയമങ്ങൾ. ഇന്ന് നമ്മൾ മദ്ദാണ് പഠിക്കാൻ പോകുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മദ്. ഓക്കെ, മദ് ലെറ്റേഴ്സ് എത്രയാണ് ആക്ച്വലി? 3 മദ് ലെറ്റേഴ്സ് അല്ലെ? ഏതൊക്കെയാണ്? അലിഫ് മദ്, അപ്പൊ അലിഫ് മദ്, വാവ് മദ്, യാ മദ് നോർമലി നമ്മൾ എത്ര സെക്കൻഡാണ് കിട്ടല്? 2 സെക്കൻഡ് അല്ലെ? ഖാല, ഖീല, ഖൂലു, ഇങ്ങനെ 2 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. ഈ നൗ വി ഹാവ് ടു ലേൺ തജ്വീദില് നമ്മൾ കുറെ ടൈപ്പ് മദ് പഠിപ്പിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ടീച്ചർ കൺഫ്യൂഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. ടീച്ചർ 3 മദ് മാത്രമേ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, 3 ടൈപ്സ് ഓഫ് മദ്. പേരൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. മേ ബി യു മൈറ്റ് ഹാവ് ലേൺ ബിഫോർ ഇറ്റ് സെൽഫ്. പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു കൺഫ്യൂസ്. ജസ്റ്റ് റിമെമ്പർ 3 ഓഫ് ദ മദ്സ്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വിൽ സി. ഓക്കെ, പറ്റുമെങ്കിൽ ഐ വിൽ ടീച്ച്, അതർവൈസ് നോക്കാം. 3 or 4 ടോട്ടൽ 10 ടൈപ്സ് ഓഫ് മദ് ഉണ്ട്. 4 നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വൺ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് മദ് ലെറ്റർ കഴിഞ്ഞിട്ട്. വെൻ യു സീ എ മദ് ലെറ്റർ ആൻഡ് യു സീ എ ഹംസ, നമ്മള് 4 സെക്കൻഡ് നീട്ടണം. മനസ്സിലായോ? ഏത് മദ് ലെറ്റർ ആയിക്കോട്ടെ, അലിഫ് മദ്, വാവ് മദ്, യാ മദ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ആർ സീയിങ് എ ഹംസ in one word or next word, we have to drag for 4 seconds. അപ്പൊ ഇതെങ്ങനെ വായിക്കാം? മനസ്സിലായോ? മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ വന്നു അല്ലെ? മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ വന്നു. സോ ഇതെന്തായിരിക്കും വായിക്കാം? 4 സെക്കൻഡ് നീട്ടണം. മനസ്സിലായില്ല? ഐ ഡോണ്ട് വാണ്ട് ടു സേ ദ നെയിം. ഇതിന് കുറെ പേരുകളുണ്ട്. ജസ്റ്റ് റിമെമ്പർ ദിസ് തിങ്. മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ. There's a song. When you see a mad sign just like this and you see a hamza after it, you have to prolong it for 4 harakat. അതായത് 4 സെക്കൻഡ് നിങ്ങൾ നിൽക്കണം. 4 harakat, 4 harakat, ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നില്ല? വേറെ കുട്ടികൾക്ക് കാണുന്നുണ്ടോ? Okay. Maybe some issues with the like screen share ചെയ്യുമ്പോൾ ചിലപ്പോ ചില ഡിവൈസസിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഇതാണ് ഫസ്റ്റത്തെ മദ് ടീച്ചർ പഠിപ്പിക്കുന്നത്. മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ കണ്ടാൽ എത്ര സെക്കൻഡാണ് കിട്ടേണ്ടത്? 4 സെക്കൻഡ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ല? അതാണ് ഫസ്റ്റ് ടൈപ്പ് മദ് കേട്ടോ ടീച്ചർ പഠിപ്പിക്കുന്നത്. When you see a mad letter and a hamza after it, അപ്പോഴാണ് എത്ര സെക്കൻഡ്? 4. ചില ബുക്സിൽ 5 ഉണ്ട്, 6 എല്ലാം ഉണ്ടാവും. മിനിമം നിങ്ങൾ 4 ആണ് നീട്ടേണ്ടത്. മനസ്സിലായോ? ഓക്കെ, നൗ ലെറ്റ്സ് സീ. ഈ ഭാഗം എങ്ങനെ ഓതണ്ടേ? Can you see a mad sign and a mad letter after a hamza? Yeah. So how you will read that? Bima. 4 seconds നീട്ടണം. Right? For example, bima എന്ന് പറയുമ്പോൾ B, A,
അതായത് ഏത് ഉദ്ദേശിക്കുന്നത് ഇവിടെ അലിഫ് മദ്ദാണ് കേട്ടാ, അലിഫ് മദ്. അപ്പൊ ബിമാ ഒറ്റ സ്ട്രെച്ചിൽ 4 ഹർക്കാത്ത് വരണം. ഡോണ്ട് സേ ബിമാ, അങ്ങനെ പറ്റൂല. ഓക്കെ, ഒറ്റ സ്ട്രെച്ചിൽ നീട്ടണം. ബിമാ ഉൻസില, ഉൻസില എന്ന് പറയുമ്പോ അവിടെ ഏത് റൂള് വരുന്നത്? ഇഖ്ഫ അല്ലെ? നൂൺ സാക്കിനൊക്കെ ശേഷം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇഖ്ഫ വരും. So വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില, ഒറ്റ കണ്ടീഷൻ പഠിച്ചാൽ മതി. when you see a mud sign just like this, ഇത് സൂറത്തുൽ ബഖറ, and you see a hamza, അപ്പോ അത് സെയിം വേർഡ് ആയിരിക്കും, ചിലപ്പോ ഡിഫറെന്റ് വേർഡ് ആയിരിക്കും. It will always be 4 seconds. മനസ്സിലായ? ഇവിടെയോ أنزل properly. അവിടെ ഇഖ്ഫ കൊടുക്കണം. ഓക്കെ, അതാ ഞാൻ പറയുന്നത്. ഓരോ റൂള് നോക്കുമ്പോ ശ്രദ്ധിക്കാം. പിന്നെ ഇതോ അഗെയിൻ മദ് ലെറ്റർ ഉണ്ട്, ചെറിയ അലിഫ് സഗീറയാണ്, പക്ഷെ സ്റ്റിൽ മദ് ലെറ്റർ പോലെയാണത്. ഹംസ കാണുന്നുണ്ടാ? So how you read this word? ഉലൈക. അങ്ങനെയാ ഓതുന്നത് കേട്ടാ. ഉലൈക. സി, ലാമിന് ഫത്ഹ, അലിഫ് സഗീറിന്റെ അവിടെ മദ്ദിന്റെ സൈൻ ഉണ്ട്. Then there's a ഹംസ. ഹംസ ഇപ്പൊ ടീച്ചർ ഇങ്ങനെ എഴുതിയത്, ഇവിടെ ഉള്ള ഹംസ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള. ടീച്ചർ പറഞ്ഞത് ഓർമ്മ, ഹംസന്റെ 3 ചെയർ ഏതിലാണ്? അലിഫ്, വാവ്, യാ. അപ്പൊ ഹംസ എവിടെ വന്നാലും ഹംസന്റെ സൗണ്ടാ കൊടുക്കട്ടെ. സോ ഡോണ്ട് റീഡ് ഉലൈക, ഈ അല്ല, ഈ ഇസ് റോങ്. ഓക്കെ, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ക്ലിയർ ആയോ മക്കളെ? ഇതാണ് ഫസ്റ്റത്തെ മദ്. Can anyone say 6th ആയ? ഇതാണ് 6th ആയ. ഇവിടെയും അഗെയിൻ ഒരു വേർഡ് വരുന്നുണ്ട്. Name the word with that mud. 4 seconds. സവാഉൻ. Very good. സവാഉൻ. Yes, സവാഉൻ. ജസ്റ്റ് നിങ്ങളെ നെയിം സേക്കിന് വേണ്ടി ടീച്ചർ പറഞ്ഞില്ല. മദ് ലെറ്ററും ഹംസയും സെയിം വേർഡ് ആകുമ്പോ അതിനെ അറ്റാച്ച്ഡ് എന്ന് പറയും. അറ്റാച്ച്ഡ് മദ്. ഓക്കെ, പേരുകൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് ടീച്ചർ അത് ഒഴിവാക്കി തന്നെ. മദ് ലെറ്ററും ഹംസയും ഡിഫറെന്റ് വേർഡ്സ് ആണെങ്കിൽ നോക്കിയാ ഇത് സെപ്പറേറ്റഡ് മദ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അറ്റാച്ച്ഡ്, സെപ്പറേറ്റഡ്. ബട്ട് വെൻ വി ആർ ലേണിംഗ് എ ലോട്ട് ഓഫ് മദ്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഈസിയാണ്, പക്ഷെ നമ്മൾ 4-5 മദ് ഒന്നിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ജസ്റ്റ് റിമെമ്പർ, മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ കണ്ടാൽ 4 സെക്കൻഡ്സ് നീട്ടണം. സവാഉൻ വഅലാ അബ്സാരിഹിം. ഇവിടെ കാണുന്നില്ല, വഅലാ അബ്സാരിഹിം 4 ഹർക്കാത്ത് നീട്ടും. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ മദ്. എല്ലാവരും ക്ലിയർ ആയിനാ? എല്ലാ പ്ലേസസിലും ഉണ്ട്. നോക്ക്, ഇവിടെയോ വയറ് കാലത്ത് ഒരു മിനിറ്റ് പോലെ. ഇവിടെ നോക്ക്, ഖാലൂ ആമന്ന, സോറി ഇന്നമ. ഇവിടെ ലൂ എന്ന് പറഞ്ഞിട്ട് ഏത് മദ്ദാ ഉള്ളത്? വാവ് മദ്ദാന്നേ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓൺലി അലിഫ് മദ്. ശ്രദ്ധിക്കണം, വാവ് മദ് വന്നാലും യാ മദ് വന്നാലും അലിഫ് മദ് വന്നാലും എല്ലാം സെയിം റൂളാണ്. സോ ദാറ്റ് ഈസ് ദ ലൈൻസ് ഓഫ് പോയം ഐ എം ടീച്ചിങ് യു. വെൻ യു സീ എ മദ് സൈൻ, മദ് സൈൻ കണ്ടിട്ട് ഹംസ കണ്ടാൽ give 4 seconds. അലിഫ് മദ് ആയാലും വാവ് മദ് ആയാലും യാ മദ് ആയാലും അപ്ലൈ ദ സെയിം റൂൾ. എല്ലാവരും ചെയ്യൂലേ? ഓക്കെ, ഗുഡ്. ക്ലിയർ ആയല്ലോ? ഇനി ഇന്നത്തെ സെക്കൻഡ് ടൈപ്പ് ഓഫ് മദ് is മദ് ഓഫ് ഒബ്ലിഗേറ്ററി, അതായത് മദ് ലാസിം എന്ന അതിന്റെ പേര്. നമുക്ക് നോക്കാം. മദ് ലെറ്ററിന് ശേഷം ശബ്ദ കണ്ടാൽ 6 സെക്കൻഡ്സ് നീട്ടണം. മനസ്സിലായ? 1 മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ കണ്ടാൽ, സി ഫോർ എക്സാമ്പിൾ, when you see a mud sign just like this and you see a shadda after it, you have to prolong it for 6 harakat. 6 harakat, 6 harakat.
When you see a mud sign just like this, and you see a hamza after it, you have to prolong it for how many? 6. 4. അല്ല 4. 6 or 4? 4. ഹംസന്റേത് 6. ഏ 4. മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ 6. 4. മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ കണ്ടാൽ 6. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഖുറാനില്. ഇറ്റ് വിൽ കം എ ലോട്ട് ഓഫ്. മനസ്സിലായോ? സോ മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഹംസ വന്നാൽ 4 seconds, മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ കണ്ടാൽ 6 seconds. ഇത് നമുക്ക് സ്കോളേഴ്സ് പഠിപ്പിച്ചിരുന്നതാണ്. ഓക്കെ, ആ റൂൾസ് അവർ അങ്ങനെ സെറ്റ് ആക്കിയത് കൊണ്ട് നമുക്ക് ഇത് പഠിക്കണം. വി ഹാവ് ടു ലേൺ ദിസ്. Can anyone tell an example from Surah Fatiha? This one is there. ഇതിന്റെ പേര് ഒബ്ലിഗേറ്ററി എന്നാണ്. ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും, നെസസറി എന്ന മീനിങ്, ലാസിം എന്നൊക്കെ പറയും. ഓക്കെ, ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ മദ്, നെയിം ഓഫ് ദ മദ്. ജസ്റ്റ് നോ മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ കണ്ടാൽ 6 seconds കിട്ടണം. സോ നമുക്ക് ആദ്യം എക്സാമ്പിൾസ് നോക്കണം, എന്നാലും നല്ലോണം ക്ലിയർ ആവുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ. എവ്രി ഡേ വി ആർ റിസൈറ്റിംഗ് സൂറത്തുൽ ഫാത്തിഹ അല്ലെ? 7th ആയ നോക്കി എല്ലാരും. ലുക്കല്ലേ 7th ആയ? അങ്ങനെ ഒരു മദ് വരുന്നുണ്ടോ എവിടെയെങ്കിലും? صراط الذين أنعمت عليهم غير المغضوب عليهم നോക്ക് ദ്വാദാണ് അല്ലെ? ദ്വാദിന് മേലെ ശബ്ദമുള്ള, പക്ഷെ അതല്ല നമ്മൾ പഠിച്ചത് എന്താണ്? മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. The dod also has a mud letter, but that is not the rule we learned. നമ്മൾ പഠിക്കുന്നതാണ് when you see a mud sign just like this and you see a shadda after it. So after ആണ്. So this you have to prolong it for 6 seconds. So ഈ സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗം എങ്ങനെ വന്നേ? ക്ലിയർ ആയ എല്ലാവർക്കും? വേറൊരു എക്സാമ്പിൾ. ഇത് എല്ലാ സൂറത്തിന്റെ പേര് ടീച്ചറിന് ഓർമ്മയില്ല, ബട്ട് ഐ ക്യാൻ ഗിവ് യു സൂറത്തുൽ മുൽക്ക് ഓൾസോ. സൂറത്തുൽ മുൽക്കില് ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഒരുപാട് സൂറത്തിലുണ്ട് കേട്ടോ, ബട്ട് വി കനോട്ട് ഫൈൻഡ് ഔട്ട് ഈച്ച് ആൻഡ് എവറി സൂറ. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാക്കില്ല. ഓക്കെ, ഇവിടെ നോക്ക് മക്കളെ. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും. നോക്കിയാ ഇതെങ്ങനെ വായിക്കണ്ടേ? മദ് ലെറ്റർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ശബ്ദ ഉണ്ട്. So how you read? നീട്ടി 6 സെക്കൻഡ് നീട്ട്. നോക്ക്, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ. അപ്പൊ ഇവിടെയാണ് നീട്ടണ്ടേ, മദ് ലെറ്ററിനെ നീട്ടേണ്ടത്. മനസ്സിലായ? ഇവിടെയുള്ള മദ്ദിനെ നീട്ടണ്ടേ. ഡോണ്ട് ഗോ ആൻഡ് ഡ്രാഗ് ദ ഇങ്ങനെ വരാം. ടീച്ചർ ആയത്ത് ഓദിത്തരാം. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. ഈ ഒരു ആയത്തില് നിങ്ങൾക്ക് എത്ര റൂൾസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്? അവലം യറൗ. റോ is heavy or light? Heavy. Yes. ഇല ത്വയ്രി. റോ is ലൈറ്റ് ആണ്. ആരോ ഹെവി എന്ന് പറഞ്ഞു പറയുന്നത്. ത്വയ്രി എന്ന് പറയൂല, ത്വയ്രി അല്ല, ത്വയ്രി. ഫൗഖഹും സ്വാദ്. മീമിന് ശേഷം സ്വാദ് വന്നാൽ മീമിന്റെ ഏത് റൂളാ വരാ?
ഇദ്ഗാമല്ല, നോട്ട് ഇദ്ഗാം. ശ്രദ്ധിച്ച് നോക്ക്, മീമിന് ശേഷം സ്വാദ്. ഇദ്ഗാമല്ലല്ലോ, ഇദ്ഗാം പറഞ്ഞ വേർഡില്ലേ? ഇദ്ഹാർ ഷഫവി, ഇദ്ഹാർ ആ, ഷഫവി. ഇസ്ഹാർ ഷഫൽ. മീമിനെ ക്ലിയർ ആക്കുന്നതാണ്. ഫൗഖഹും സ്വാ. മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് ഏതാ മദ് വരുന്നത്? 6 സെക്കൻഡ് നീട്ടുന്ന മദ്. സ്വാഫ ഇങ്ങനെ വരും. Then, ആ തിങ്വ. ഇദ്ഗാമാണ് സംഭവിക്കുന്നത് ബിഗുന്ന, അല്ലെ? വാവ് കംസ് അണ്ടർ മീനു. ഖാഫിസ കൽക്കല ലെറ്റർ. ഇപ്പൊ നിർത്തുമ്പോ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് സുക്കൂന് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സ്റ്റോപ്പ്, ലാസ്റ്റത്തെ ക്ലാസ് സ്റ്റോപ്പിംഗ് സിമ്പിൾസിലായിരിക്കും കേട്ടോ. ഏതെല്ലാം പ്ലേസസിലാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത് അത് ടീച്ചർ പറഞ്ഞുതരാം. എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓതാ. അതർവൈസ് ജീം കണ്ടാല് യു ക്യാൻ സ്റ്റോപ്പ് ഓൾസോ, നോ പ്രോബ്ലം. തെറ്റൊന്നുമില്ല, സ്റ്റോപ്പ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. നൂൻ വിത്ത് ശദ്ദ, 2 seconds ഗുന്ന. ഇല്ല റഹ്മാൻ. റോ ഇസ് ഹെവി ഓർ ലൈറ്റ്? Heavy. ഇന്നഹു എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര സെക്കൻഡ് കൊടുക്കണം? 2 ആണ്. വാവ് സഗീറ, 2 seconds. ബികുല്ലി ഷൈഇൻ ഇവിടെ എന്തായിരിക്കും? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇഖ്ലാബ എന്ന് മനസ്സിലായിനാ? കണ്ടാ, ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. They have given a meme over here. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മീം ആക്കിയിട്ട് മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഷൈഇൻ 2 seconds സൗണ്ട് കൊടുക്കുക. എന്നിട്ട് ബസീർ. ബസീറുൻ എന്നാണെങ്കിൽ ഹെവി ഓർ ലൈറ്റ്? ആ, ബസീറുൻ എന്ന് പറഞ്ഞിട്ട് ഒന്നാണെങ്കിൽ ഹെവി ആയിരിക്കും. ബസീർ. സ്റ്റോപ്പിംഗ് വിത്ത് റോ സുക്കൂൻ. ഹെവി ഓർ ലൈറ്റ്? അപ്പൊ നമ്മളെന്താ പഠിച്ചത്? സുക്കൂണിലെ റോന്റെ മുമ്പ് വേറൊരു സുക്കൂൻ കണ്ടാൽ തൊട്ട് മുമ്പുള്ള ലെറ്റർ കെസ്ര വന്നാൽ ഇറ്റ് വിൽ ബി ലൈറ്റ്. അപ്പൊ മദ് ലെറ്ററിന്റെ മേലെ എപ്പോഴും സുക്കൂൻ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓൾവേസ് ബി കെയർഫുൾ. യു ഹാവ് ടു നോ ദാറ്റ് മദ് ലെറ്റേഴ്സ് ആർ ഓൾവേസ് എ സുക്കൂൻ. ഇവിടെ അലീമുൻ എന്ന് പറയുമ്പോ ഇവിടെയുള്ള യാ എന്താണ് ഹറക്കാത്ത്? ഇറ്റ്സ് എ സുക്കൂൻ. മനസ്സിലായ? അല്ലസി, ഇവിടെ അല്ലസി എന്ന് പറഞ്ഞ് നീട്ടുന്നുണ്ട്, പക്ഷെ യാ സുക്കൂനാണ്. സലൂലൻ, നോക്കിയാ സലൂലൻ, ഇവിടെ വാവിന്റെ മേലൊന്നുമില്ല, പക്ഷെ ഇറ്റ് ഇസ് ആക്ച്വലി എ സുക്കൂൻ. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടാ. ബസീർ എന്ന് ആവരുത്, ബസീർ. ഇവിടെ കണ്ട ഈ സൂറത്തിലെല്ലാം അധികം അങ്ങനെ വരുന്നത്. നക്കീർ, ഇത് ഹെവി ആയിരിക്കും. ഗുറൂർ. ഇങ്ങനെ നമ്മൾ എല്ലാ ആയത്തിലും നിയമങ്ങൾ പഠിച്ചാല് മാഷാഅല്ലാ യു വിൽ ബി ഏബിൾ ടു റിസൈറ്റ് ദ ഖുർആൻ വെരി നൈസ്ലി. അത് പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിനാ? ടെൽമി, നമ്മൾ ഏതെങ്കിലും എത്ര പദ്യ ഇന്ന് പഠിച്ചത്? നമ്മൾ 4 ആക്ച്വലി 10 types ഓഫ് മദ്ദ there. ആ 10 types പഠിക്കുമ്പോഴേക്കും നിങ്ങൾ ഉള്ളത് ഇല്ലാൻ കഴിയും. ഓക്കെ, ഞാനത് കണ്ട് അനുഭവിച്ചത്. കുട്ടികൾക്കെല്ലാം കൺഫ്യൂഷൻ ആയത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് തന്നെ, പക്ഷെ നമ്മളത് ഓൾറെഡി ഓതുന്ന കുട്ടികളാണ്. സോ നോ നീഡ് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ്. ഓക്കെ, അറിയാത്ത കാര്യം മാത്രം. മദ് ലെറ്ററിന് ശേഷം ഹംസ കണ്ടാൽ എത്ര സെക്കൻഡ് നീട്ടണം? 4. മദ് ലെറ്ററിന് ശേഷം ശബ്ദ കണ്ടാൽ എത്ര സെക്കൻഡ് നീട്ടണം? 6. ഈ നമ്പർ മറക്കോ? സാധാരണ മദ്ദക്ഷരം എത്ര സമയം കിട്ടും? 2. ഇത് നോർമൽ ആണ് കേട്ടോ. അല്ലെ? അല 2 seconds. ലതീഫു 2 seconds. ഹുവല്ലദീ 2 seconds. ജസ്റ്റ് ഇവിടെയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് മദ് ലെറ്ററിന് ശേഷം ഹംസകൾ. അതാ ഞാൻ പറഞ്ഞ ഹംസക്ക് ഇങ്ങനെ പോലെ ഭയങ്കര സംഭവമാണ്. മനസ്സിലായ? ഫുള്ള് ചെയർ വേണം. അതേപോലെ ഓറപ്പുറം ആരെല്ലാം വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഹംസന്റെ കൂടെ. ബിസ്ക്കറ്റ് എടുത്തരോ? ഓക്കെ, ഉമ്മാനോട് ബിസ്ക്കറ്റ് എടുക്കാൻ പറയുന്ന ഹംഗ്രി സ്കൂൾ വിട്ടുന്നുണ്ട്.
ഇതിപ്പോ തീരും. Okay, we'll finish the class. So this is how the mud is read. Okay, ഇങ്ങനെയാണ് നമ്മൾ മദ് റീഡ് ചെയ്യുന്നത്. മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, റംസാന് മനസ്സിലായി, നൈഫക്ക് മനസ്സിലായി നമ്മളെ, നസ്രിൻ? Okay, Fatima Fida, did you understand? Yes. Okay, Hanfa, Nuha, Swalha, മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇത് മതി ഇന്നത്തേക്ക്. ഓക്കെ, നാളെ നമ്മൾ മദ് കംപ്ലീറ്റ് ആക്കും. ദെൻ ഒരു 2 ചെറിയ ചാപ്റ്ററും കൂടി ഉണ്ട്. ദെൻ വിൽ ഫിനിഷ് ദ തജ്വീദ് റൂൾസ്. ഓക്കെ, ഒരു 3 ക്ലാസ്സിൽ ഐ തിങ്ക് ദിസ് വീക്ക് വിൽ ഫിനിഷ് ദ തജ്വീദ് റൂൾസ്. എന്നിട്ട് നമുക്ക് വേഗം സൂറത്തുൽ ബഖറ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്? Okay, ma'am. ഓക്കെ ഡിയേഴ്സ്. ഓക്കെ, സോ നമുക്ക് ദുആ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക اللهم وبحمدك أشهد أن لا إله إلا أنت അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഓക്കെ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته.